ജന്മനാട്ടിലേക്കുള്ള ഓരോ മടക്കയാത്രകളും ഓർമ്മകളുടെ മണിച്ചെപ്പു നിറയെ മുത്തുച്ചിപ്പികളും പേറിയുള്ളതാണ്. വീടെത്താറാവുമ്പോഴേക്കുമുള്ള ആ സന്തോഷം വർണ്ണനകൾക്കതീതമാണ്. കൈവിട്ടുപോയ കുട്ടിക്കാലവും കൗതുകം നിറഞ്ഞ കൗമാരവും സർഗവസന്തം പെയ്തിറങ്ങിയ യൗവനവുമൊക്കെ ആടിത്തിമിർത്ത ഈ ഉഴവൂരിൻ്റെ രാജവീഥികളിൽ ദാ ഒരിക്കൽ കൂടി ഞാൻ എത്തുകയായി. നാട്യങ്ങളില്ലാത്ത നന്മകൾ നിറഞ്ഞ എളൂർ ഗ്രാമം ആധുനികവൽക്കരിക്കപ്പെട്ട് തൻ്റെ വികസിത പരിവേഷവും അണിഞ്ഞ് അഭിമാനപൂർവം ദാ തലയുയർത്തി നിൽക്കുന്നു. കഠിനാധ്വാനികളായ പൂർവികരുടെ മേയ്ക്കരുത്തിൽ മധ്യ തിരുവിതാംകൂറിലെ തന്നെ കാർഷിക വിളകളുടെ പ്രധാന ഉൽപാദന വിപണന കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ഉഴവൂർ. അഭ്യസ്തവിദ്യരായി മാറിയ യുവതലമുറ കടലുകൾ കടന്ന് വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചപ്പോൾ ക്രയശേഷി വർദ്ധിപ്പിച്ച കമ്പോളങ്ങളും വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളും രമ്യഹർമ്മ്യങ്ങളുമൊക്കെയായി നാട്ടുവഴികൾ നഗരവീഥികളായി മാറി. ആധുനിക നാഗരിക സങ്കല്പങ്ങളുടെ അലങ്കാര ചാർത്തുകൾ അണിഞ്ഞ ഉഴവൂർ പ്രശോഭിതമായിരിക്കുന്നു. വീടു രക്ഷിക്കാൻ നാടുവിട്ട് കൂടുതേടിയ ഉഴവൂരിലെ പ്രവാസികളുടെ എണ്ണം നാളുകൾ തോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പകരം നാടു രക്ഷിക്കാൻ മറുനാട്ടുകാർ കൂട്ടമായിട്ടെത്തി. ഫലമോ അന്യഭാഷയും ദേശക്കാരുമൊക്കെ ഉഴവൂരിൽ ഇന്ന് സർവ്വസാധാരണം. ആഡംബര വാഹനങ്ങളും ബഹുനില മേടകളും ബ്രാൻഡഡ് ഷോപ്പുകളും മേൽത്തരം വിപണികളുമൊക്കെ നഗരവീഥികളിലെമ്പാടും തലയുയർത്തി നിൽക്കുന്നു. ആളൊഴിഞ്ഞ വീടുകളും ആരവങ്ങളില്ലാത്ത കലാലയങ്ങളും തെല്ലാശങ്ക ഉളവാക്കാതില്ല. എങ്കിലും ഉഴവൂർ കുതിക്കുകയാണ് പ്രവാസികളുടെ ചിറകിലേറി, നാൾക്കുനാൾ ഉത്തരോത്തരം. ഒരു കാലത്ത് നാണ്യവിളകളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയുമൊക്കെ പ്രധാന വാണിജ്യ വിപണന വിനിമയ കേന്ദ്രമായിരുന്നു എളൂർ ചന്ത. പ്രൗഢി തെല്ലൊന്നു കുറഞ്ഞെങ്കിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിപണനം അഭംഗുരം തുടരുന്നു. പരമ്പരാഗതമായി ഉഴവൂർ ഈശ്വരവിശ്വാസികളുടെ പുണ്യഭൂമികയാണ്. വിവിധ മതവിശ്വാസ സ്ഥാപനങ്ങൾ ഈ നാടിൻ്റെ അനുഗ്രഹദായക സ്രോതസ്സുകളാണ്. കരുനച്ചി ക്ഷേത്രവും ശാസ്തംകുളം അമ്പലവും വിശ്വാസികൾക്ക് തങ്ങളുടെ ഇഷ്ടദേവീദേവന്മാരുടെ ദർശന സായുജ്യ കേന്ദ്രങ്ങളാണ്. വിശുദ്ധ എസ്തപ്പാനോസിൻ്റെ നാമധേയത്തിലുള്ള ഉഴവൂർ പള്ളി അനുഗ്രഹവർഷം ചൊരിഞ്ഞ് നാടിൻ്റെ അഭിമാന സ്തൂപമായി നഗരമധ്യത്തിൽ തന്നെ നിലകൊള്ളുന്നു. ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിൻ്റെ തറവാടാണ് ഉഴവൂരെന്നു വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഉഴവൂരിലെ ആരാധനാലയങ്ങൾ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടിയാണ്. അക്ഷരഗ്രാമമായ ഉഴവൂർ കലാലയങ്ങളുടെ കളിമുറ്റമാണ്. നാടിൻ്റെ വികസനത്തിന് നാൾവഴികൾ ഒരുക്കിയത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമ്മുടെയൊക്കെ ബാല്യകൗമാരങ്ങൾ ആടിത്തിമിർത്ത ഈ അക്ഷരമുറ്റങ്ങളിൽ തളിരിറ്റ മോഹങ്ങളുടെ നിറമുള്ള കിനാവുകളും സൗഹൃദങ്ങൾ പൂത്തുലഞ്ഞ ഈ ഇടനാഴികളിലെ മധുരിക്കുന്ന സുന്ദര നിമിഷങ്ങളും ഓർമ്മകളിൽ ഓടിയെത്തുന്നു. അറിവിൻ്റെ ആഴങ്ങളും നേരിൻ്റെ നല്ല പാഠങ്ങളും പകർന്നു തന്ന വന്ധ്യ ഗുരുജനങ്ങളെ
ആദരവുകളോടെ സ്മരിക്കാം നമുക്കീ വേദിയിൽ. ഇതാ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രധാന പ്രവേശന കവാടം നമ്മളെ ഓർമ്മകളുടെ തിരുമുറ്റത്തേക്ക് ഒരിക്കൽ കൂടി മാടി വിളിക്കുകയാണ്. സുന്ദര സ്വപ്നങ്ങളുടെ സുരഭില ഭാണ്ഡവുമായി കൗമാരത്തിൻ്റെ ചിറകിലേറി ഈ മനോഹര കവാടവും കടന്ന് നടന്നുകയറിയ വഴിത്താരകളിൽ തളിരിട്ട മോഹങ്ങളുടെ സൗഹൃദ തീരങ്ങളിലേക്ക് ഒരു മടക്കയാത്ര ആരാണ് ആഗ്രഹിക്കാത്തത്? ശോഭനമായ ഭാവിയും സ്വപ്നം കണ്ട് എസ്തപ്പാനോസിൻ്റെ ഈ പടികൾ ചവിട്ടിക്കയറിയ ദിനങ്ങൾ മറക്കാനാവുമോ? ഓരോ നടകൾക്കും പറയാനുണ്ടാവും 1000 കഥകൾ. ഈ വരാന്തകളിൽ പൂത്തുലഞ്ഞ സൗഹൃദങ്ങളും മുട്ടിട്ട പ്രണയങ്ങളും വിരഹവും സല്ലാപങ്ങളും കുളിർക്കാറ്റും ഒരാവണിത്തെന്നലായി നമ്മെ തഴുകിയെത്തുന്നില്ലേ? ഓരോ തൂണുകൾക്കും പറയാനുണ്ടാവും ഒരുപാട് സ്നേഹഗാഥകൾ. ഈ ചുവരുകളിൽ കോറിയിട്ട മായ്ക്കാനാവാത്ത നായികാ നായകന്മാരുടെ നാമഫലകങ്ങൾ ഇനിയുമുണ്ട് ഏറെ. ഉഴവൂരിൻ്റെ പ്രശസ്തി വാനോളമുയർത്തി പറന്നുയരുകയാണ് നമ്മുടെ സെൻറ്റ് സ്റ്റീഫൻസ്. നാടിൻ്റെ അഭിമാന താരകമായി എന്നും നിലകൊള്ളട്ടെ ഈ വിശ്വകലാലയം. നമുക്കീ നെടുമ്പാറ മലമുകളിലേക്ക് ഒരിക്കൽ കൂടി പോയാലോ? ഹായ്, എത്ര സുന്ദരം എൻ്റെ ഗ്രാമം! വശ്യസുന്ദരിയായ ഉഴവൂർ പട്ടുടുത്ത് മലനാടിൻ്റെ മാണിക്യമായി തിളങ്ങി നിൽക്കുന്നു. ആരും കൊതിക്കുന്ന കാവ്യസുന്ദര ഗ്രാമം. കാറ്റിലാടുന്ന കൽപ്പവൃക്ഷങ്ങളും കഥ പറയുന്ന നാട്ടുകിളികളും നന്മ നിറഞ്ഞ മനുഷ്യരുമുള്ള നമ്മുടെ നല്ല നാട്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതി വരെയായി നമ്മുടെ ഉഴവൂരിൻ്റെ അഭിമാനമായ ശ്രീ KR നാരായണൻ. ഉഴവൂരിൻ്റെ ശില്പിയെന്ന് വിളിക്കാവുന്ന ശ്രീ ജോസഫ് ചാഴികാടൻ വികസന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ നാടിനെ നയിച്ച മൺമറഞ്ഞുപോയ മഹാരഥന്മാരെ ആദരപൂർവം നമിക്കാം. രാപ്പകൽ അന്തിയോളം വിയർപ്പൊഴുക്കി കഠിനാധ്വാനം ചെയ്ത് മണ്ണിൽ പൊന്നു വിളയിച്ച് കുടുംബം പുലർത്തി നാട് വികസിപ്പിച്ച നമ്മുടെ പൂർവികരുടെ ഉൾക്കാഴ്ച ഒന്നു മാത്രമാണ് ഇന്നീ കാണുന്ന ആധുനിക നഗരം. കാലത്തിനും മുൻപേ നടന്ന കർമ്മോത്സുകരായ കാരണവന്മാരുടെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ മറ്റൊരു കോണിലിരുന്ന് തൻ്റെ മനോമുകുരത്തിൽ ജന്മനാടിൻ്റെ ഈ ആകാശ കാഴ്ചകളും കണ്ട് കാലം കഴിച്ചുകൂട്ടേണ്ടി വരുന്ന UK-യിലെ ഉഴവൂർ പ്രവാസ സമൂഹത്തിൻ്റെ ഗ്രഹാതുരത്വ ചിന്തകളാണ് ഉഴവൂർ സംഗമം എന്ന യാഥാർത്ഥ്യം സാധ്യമാക്കിയത്. ജനിച്ച നാടിൻ്റെ തിളങ്ങുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും സൗഹൃദങ്ങൾ പുതുക്കുവാനും ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും വേണ്ടി വർഷത്തിൽ ഒത്തുചേരുന്ന നമ്മുടെ നാട്ടുകൂട്ടം. ആധുനിക നാഗരിക സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാന നഗരിയായ ലണ്ടനിൽ അരങ്ങേറുന്ന 2024
ലണ്ടൻ ഉഴവൂർ സംഗമത്തിൻ്റെ ഈ അഭിമാന വേദിയിലേക്ക് ഉഴവൂരിനെ സ്നേഹിക്കുന്ന ഉഴവൂരിൻ്റെ കുടുംബാംഗങ്ങളെ ടീം ലണ്ടൻ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു.